കൂട്ടുകാരെ, നിങ്ങൾക്ക് അറഫാ ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും അറഫാ നോമ്പിനെ കുറിച്ചും ഒക്കെ അറിയാമോ? പ്രത്യേകതയൊന്നും അറിയില്ല ഇക്കാക്ക. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ? അന്ന് നമ്മൾ നോമ്പെടുക്കാറില്ലേ ഇക്കാക്ക? എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നമ്മൾ നോമ്പെടുക്കും അല്ലേ കൂട്ടുകാരെ? അറഫാ ദിവസം എന്ന് പറയുന്നത് അല്ലാഹു തആല ഏറ്റവും അധികം ശ്രേഷ്ഠമാക്കിയ ഒരു ദിവസമാണ്. കൂട്ടുകാരെ, അറഫ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആയിഷമോളെ, നിനക്കറിയില്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാം ഇക്കാക്ക. മക്കയിലല്ലേ അറഫ സ്ഥിതി ചെയ്യുന്നത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ, എന്നാൽ അറഫ എന്ന സ്ഥലത്തിന് ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല ഇക്കാക്ക. എന്തുകൊണ്ടാണ് ആ പേര് വന്നത്? നമ്മുടെ ഉപ്പപ്പയായ ആദം നബി അലൈഹിസ്സലാമും ഉമ്മമ്മയായ ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചായിരുന്നു. ബാക്കി പറയൂ ഇക്കാക്ക. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം ഹജ്ജിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് അറഫയിൽ വെച്ചായിരുന്നു. ഹജ്ജിന്റെ സമയത്ത് മുഅ്മിനീങ്ങളെല്ലാവരും അറഫയിൽ ഒരുമിച്ച് കൂടും. ആ ദിവസത്തിനാണ് അറഫാ ദിനം എന്ന് നമ്മൾ പറയുന്നത്. കൂട്ടുകാരെ, അതുപോലെ അല്ലാഹു തആല ഏറ്റവും അധികം ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് അറഫാ ദിനത്തിലുള്ള പ്രാർത്ഥനയും അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനയും. കൂട്ടുകാർക്ക് മനസ്സിലാവുന്നില്ലേ? ഒരുപാട് ആളുകൾക്ക് അല്ലാഹു തആല അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണത്. ഇക്കാക്ക, പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിവസമാണ് അല്ലേ? അപ്പോൾ അല്ലാഹു തആലയോട് നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ പറഞ്ഞ് പൊറുക്കലിനെ തേടുകയും നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുകയും ചെയ്യണം അല്ലേ ഇക്കാക്ക? അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ലേ? തീർച്ചയായും ആയിഷമോളെ. കൂട്ടുകാരെ, പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഇക്കാക്ക, അന്ന് നോമ്പെടുക്കൽ സുന്നത്താണല്ലേ? നമ്മളെല്ലാവരും നോമ്പെടുക്കാറുണ്ടല്ലോ. അതെ ആയിഷമോളെ. കൂട്ടുകാരെ, അറഫാ ദിനത്തിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. സുന്നത്ത് നോമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് അറഫാ ദിനത്തിലെ നോമ്പ്. മറന്നു പോകരുത് കേട്ടോ. അറഫാ ദിനത്തിന്റെ അന്ന് നോമ്പെടുക്കുന്ന ആളുകൾക്ക് അവർ കഴിഞ്ഞ വർഷം ചെയ്ത എല്ലാ ചെറിയ ദോഷങ്ങളും ഇനി വരാനിരിക്കുന്ന വർഷം ചെയ്യുന്ന എല്ലാ ചെറിയ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് നമ്മുടെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. കൂട്ടുകാരെ, എല്ലാവരും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അന്ന് നോമ്പെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എല്ലാവരും നോമ്പെടുക്കില്ലേ? ഞാൻ എന്തായാലും നോമ്പെടുക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.